ഡേറ്റ ചോർച്ച വിവാദത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ OST സാംബശിവറാവു ഗുരുതരമായ ഡേറ്റ പ്രൊട്ടക്ഷൻ ലംഘനം നടത്തി. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. IT വകുപ്പിൽ സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നും ചെന്നിത്തല ആരോപിച്ചു. സർക്കാർ ജീവനക്കാർ, ക്ഷേമ പെൻഷനിൽ ഉൾപ്പെട്ടവർ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ചേർന്നവർ ഉൾപ്പെടെ 1 കോടിയിലധികം വരുന്ന ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ നൽകിയെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവറാവു വിവിധ വകുപ്പുകളിൽ നിന്ന് ആധികാരികമായ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി. ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചുവെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഡേറ്റയെ പറ്റി വലിയ അവബോധമില്ലാത്തത് കൊണ്ടാണ് ഇത് ഗൗരവമായി കണക്കാക്കാത്തത്. വാസ്തവത്തിൽ ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ആളുകളുടെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഈ ഡേറ്റ ദുരുപയോഗം ചെയ്യുകയാണ്. IT വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 10ഓളം സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യാൻ OST ഇറക്കിയ ഉത്തരവിന്റെ കോപ്പിയും ചെന്നിത്തല പുറത്തുവിട്ടു. സൈബർ തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് സ്ത്രീകളുടെ വ്യക്തിഗത വിവരങ്ങൾ എത്തുകയാണെങ്കിൽ അതിന്റെ സാമൂഹിക പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. ശിവശങ്കറിന്റെ റോളിലിരിക്കുന്ന സാംബശിവറാവു ശിവശങ്കറിന്റെ അനുഭവം ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. മറ്റൊരു ശിവശങ്കരൻ അവതരിച്ചിരിക്കുന്നു. ആ അവതരിക്കപ്പെട്ട സാംബശിവറാവു മുഖ്യമന്ത്രിക്ക് വേണ്ടി അനധികൃതമായ നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അറിയില്ലേ, 2023 പാർലമെന്റ് പാസാക്കിയ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമത്തെ പറ്റി അദ്ദേഹത്തിന് അറിയില്ലേ? ഇതൊക്കെ അറിയാമായിരിക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഈ ഡേറ്റ മുഴുവൻ ദുരുപയോഗം ചെയ്യുന്ന ഇവർ നാളെ മറുപടി പറയേണ്ടി വരില്ലേ? PR ഏജൻസികൾ പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത്. എത്ര ഇന്റർവ്യൂ നടത്തിയാലും യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയത് നാണം കെട്ട നാടകമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ വല്ല ശസ്ത്രക്രിയാ പിഴവുകളോ വല്ലതും വന്നിട്ടുണ്ടെന്നുള്ളൊരു പരിശോധന ആവശ്യമാണ്. എൻ്റെ നാണം കെട്ട നാടകമാണ് ഇവിടെ അരങ്ങേറിയത്. ഈ നാണം കെട്ട നാടകം കേരളത്തിലെ വിദ്യാസമ്പന്നരായ ജനങ്ങളുടെ മുമ്പിൽ വേണമായിരുന്നു. ME ഗോവിന്ദൻ മാസ്റ്ററും വീണ ജോർജും തമ്മിൽ മത്സരമായിരുന്നു ഈ കാര്യത്തിൽ. ഏറ്റവും നല്ല നടൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല അഭിനയത്തിന് ആർക്കാണ് അവാർഡ് കിട്ടേണ്ടത്? 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലുണ്ടായ പെഗാസസ് ഡാറ്റ ചോർച്ചയ്ക്ക് സമാനമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. സർക്കാർ ഇതിന് മറുപടി പറയണം. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, കൊച്ചി.